ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ മർമ്മത്തെ തന്നെ പിടിച്ചു കുലയ്ക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിലേക്കാണ് അന്വേഷണം നീളുന്നുവെന്ന നിർണായക വിവരങ്ങൾ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ കേസിൽ അറസ്റ്റിലായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി ഇതിൽ ചർച്ചയാവുകയാണ്. വിരമിച്ച ശേഷം CPM പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സുധീഷ് കുമാറിന്റെ അറസ്റ്റ് ദേവസ്വം ബോർഡിന്റെ രാഷ്ട്രീയപരമായ നിയമനങ്ങളിലും അതുപോലെ CPM നേതാക്കളുടെ സ്വാധീനവും വീണ്ടും ചോദ്യചിഹ്നങ്ങളായി തന്നെ നിൽക്കുകയാണ്, ചോദ്യചിഹ്നത്തിലായിരിക്കുകയുമാണ്. ഒപ്പം തന്നെ ഇവിടെ പറയേണ്ടത്, എന്നാൽ CPMന്റെ പ്രവർത്തകർ ആരോപിക്കുന്നത് ഈ പറഞ്ഞ സുധീഷ് കുമാർ INTUCയുടെ പ്രവർത്തകനായിരുന്നെന്നും കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനം എന്നുള്ള ആരോപണം നിൽക്കുന്നുണ്ട്. അതായത് രണ്ട് ഭാഗത്തു നിന്നും ഒരാൾ പറയുന്നു, അതായത് ഒരു വിഭാഗം പറയുന്നത് CPM അനുകൂലിയാണെന്നാണ്, എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നത് അങ്ങനെയല്ല, അദ്ദേഹം INTUCയുടെ പ്രവർത്തകനും അതുപോലെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തനം എന്നുള്ള ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് സുധീഷ് കുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുന്നത്. അന്നത്തെ കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായി മാറിയ എൻ വാസുവിന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാളായിട്ടാണ് ഡി സുധീഷ് കുമാർ അറിയപ്പെടുന്നത്. സുധീഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം കേസിന്റെ വേരുകൾ CPM പക്ഷത്തുള്ള ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ഭരണാധികാരികൾക്കും ആഴ്ന്നിറങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. താൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല എന്നും അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണാധികാരികളും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം ഈ അട്ടിമറിയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും അല്ലെങ്കിൽ ഇടപെട്ടിരുന്നുവെന്നും മേൽത്തട്ടിൽ നിന്നുണ്ടായ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും സുധീഷ് കുമാർ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിട്ടുമുണ്ട്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനെല്ലാം ഒടുവിലാണ് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയൊരു ക്രമക്കേട് നടത്താൻ കഴിയില്ലെന്നും എല്ലാ രേഖകളും ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് കൈമാറ്റം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നത്. സുധീഷ് കുമാറിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ ഇടപെടലുകൾക്ക് കൂടുതൽ ശക്തി പകരുന്നതുമാണ്. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി അദ്ദേഹം വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഇത് വെറും ചെമ്പ് പാളി എന്ന രേഖയുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. പാളികൾ അടിച്ചു മാറ്റുമ്പോൾ പാലിക്കേണ്ടുന്ന സുരക്ഷാ നടപടികൾ ഒന്നും തന്നെ പാലിച്ചില്ല എന്ന് മാത്രമല്ല, തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം പോലും ഉറപ്പാക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട്. വെറും ചെമ്പ് പാളികൾ എന്ന് എഴുതി ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ കൈവശം നവീകരണത്തിനായി കൊടുത്തു വിടാമെന്ന് ബോർഡിന് തെറ്റായ ശുപാർശ കത്ത് നൽകുകയും ചെയ്തു. മഹസറുകളും വെറും ചെമ്പ് തകിടുകൾ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാതിരുന്ന ഉദ്യോഗസ്ഥരെയും ഉണ്ടെന്ന് രേഖപ്പെടുത്തിയത് ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവായി ആക്കം കൂട്ടപ്പെടുന്നുമുണ്ട്. നീക്കങ്ങളെല്ലാം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരവും അതുപോലെ ഒരുക്കാനുള്ള വ്യക്തമായ രാഷ്ട്രീയ ഭരണതലത്തിലെ ഒത്താശയുടെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എൻ വാസുവിലേക്കുള്ള അന്വേഷണം ശക്തമാകുന്നതിൻ്റെ പ്രധാന കാരണം ശബരിമലയിലെ 2 മോഷണങ്ങളിൽ അദ്ദേഹത്തിന് പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ തന്നെയാണ്. ദ്വാരപാലക ശില്പം സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളിയായി മാറ്റിയ കേസിൽ മാത്രമല്ല, 2019 ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പടിയിൽ സ്വർണം മോഷ്ടിച്ച സംഭവവും വാസുവിന് പങ്കുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വാസു ദേവസ്വം കമ്മീഷണർ എന്ന കാലത്താണ് കട്ടിളപ്പടിയിലെ സ്വർണ്ണപ്പാളികളെ ചെമ്പുപാളികളാക്കി ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ചതെന്നും ഇക്കാര്യത്തിൽ വാസുവിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായെന്നുമാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കട്ടിളയിലെ കേസിൽ വാസു ചെയ്തത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ദ്വാരപാലക ശില്പത്തിൽ ചെയ്ത അതേ ക്രിമിനൽ കുറ്റമാണ്. ദ്വാരപാലക ശില്പത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പാളികളിൽ മാത്രം ഏകദേശം 1.4 കിലോ അത്രത്തോളം സ്വർണമാണ് ഉണ്ടായിരുന്നത്. ഇതിന് വിപണിയിൽ ഏകദേശം 80 ലക്ഷം രൂപയോളം വിലയും വരും. ഡി സുധീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഈ കേസിൻ്റെ ഗൗരവവും വർദ്ധിപ്പിക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ അടൂർ മണ്ണടി ദേശംകല്ലുമൂട്ടിലാണ് സുധീഷ് കുമാറിൻ്റെ വീടുള്ളത്. വിരമിച്ച ശേഷം CPM പ്രവർത്തനങ്ങളിൽ സജീവമായി പാർട്ടിക്ക് വേണ്ടി പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെട്ടിരുന്നു എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് നാട്ടിൽ ആർക്കും മോശം അഭിപ്രായമില്ലെന്നും എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നതുമാണ് അല്ലെങ്കിൽ പെരുമാറുന്ന ആളുമെന്നുമാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും പാർട്ടി ബന്ധവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ചാണ് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുപ്പം സ്ഥാപിച്ചതെന്നും വാസുവിൻ്റെ വിശ്വസ്തനായി മാറിയതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുമുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിൽ താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള ഒരു കണ്ണിയായി സുധീഷ് കുമാർ പ്രവർത്തിച്ചുവെന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ നിന്നും അന്വേഷണ സംഘവും മനസ്സിലാക്കുന്നത്. എൻ വാസു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷൻ സ്ഥാനം ഒഴിഞ്ഞത് അന്നത്തെ പ്രസിഡന്റ് A പത്മകുമാറുമായി കടുത്ത അഭിപ്രായ വ്യത്യാസമായിരുന്ന സമയത്താണ്. ഈ സമയത്ത് തന്നെയാണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്റ്റീജ് വിഷയമായ കേസിൽ സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കാൻ ചുമതലപ്പെടുത്തിയതും ഈ വാസുവിനെയാണ്. നിയമന കാലാവധി അവസാനിച്ചിട്ടും വാസുവിനെ കമ്മീഷണറായി തുടരാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ തുടരാൻ തന്നെ അല്ലെങ്കിൽ അതിനെ അനുവദിക്കാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചെങ്കിലും ഹൈക്കോടതി ഇത് തള്ളിക്കളയുകയായിരുന്നു.
ഈ രാഷ്ട്രീയപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനിടയിലാണ് വാസു ദേവസ്വം ബോർഡിലെ സുപ്രധാനമായ തീരുമാനങ്ങളും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും എല്ലാം ഇടപെട്ടതെന്ന് കേസ് അല്ലെങ്കിൽ ഈ ഇടപെട്ടത് കേസിന്റെ തന്നെ രാഷ്ട്രീയമാനത്തെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. പത്മകുമാറുമായി കൂടിക്കാഴ്ച പോലും നടത്താതെ സ്വന്തം നിലയിൽ കാര്യങ്ങൾ ചെയ്യാൻ വാസുവിന് സർക്കാർ തലത്തിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങളിൽ എൻ വാസു പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എന്നും പോറ്റി സ്വന്തം സ്വർണ്ണമാണ് ഉപയോഗിച്ചതെന്നും ബാക്കിയുള്ള സ്വർണം പോറ്റിക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ടല്ലോ എന്നുമുള്ള വിചിത്രമായ വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. സ്വന്തം സ്വർണം ദ്വാരപാലക ശില്പമായി അല്ലെങ്കിൽ ശില്പങ്ങൾക്കായി ഉപയോഗിക്കുമെന്നായിരുന്നു കരാറുള്ളത്. ബാക്കിയുള്ള സ്വർണം ദേവസ്വത്തിൻ്റെതല്ലെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. കട്ടളപ്പടിയിൽ അല്ലെങ്കിൽ കട്ടള ശബരിമലയിൽ നിന്നും ഈ കട്ടളപ്പടി ശബരിമലയിൽ കൊണ്ടുപോകുന്ന സമയത്ത് താൻ കമ്മീഷണർ ആയിരുന്നില്ല എന്നും തിരുവാഭരണവുമായി കമ്മീഷണർക്ക് യാതൊരു ബന്ധവുമില്ലെന്നും വാസു പറയുകയും ചെയ്തു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും തനിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്നും അദ്ദേഹം ആദ്യമേ തന്നെ ഉറപ്പിച്ച് പറഞ്ഞതുമാണ്. സുധീഷ് കുമാറിന്റെ അറസ്റ്റും ഇദ്ദേഹത്തിന്റെ CPM ബന്ധവും വാസുവിലേക്കുള്ള അന്വേഷണവും CPM നേതൃത്വത്തിന് വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വാസുവിനെ സംരക്ഷിക്കാനുള്ള കടുത്ത സമ്മർദ്ദം പാർട്ടി തലത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും സുധീഷ് കുമാറിന്റെ മൊഴികളും സാമ്പത്തിക ക്രമക്കേടുകളും ഇത് സംബന്ധിച്ച തെളിവുകളും ശക്തമായതിനാൽ പാർട്ടിക്ക് ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരും. നല്ല രീതിയിൽ പെടാപ്പാട് വരും. ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയവൽക്കരിച്ചതിന്റെ ഫലമാണ് ഈ സ്വർണ്ണക്കൊള്ള കേസെന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിക്കുന്നുമുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ കേസ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ശക്തമായ ആയുധമാക്കാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ BJPയും സജീവമായി രംഗത്ത് തന്നെയുണ്ട്. അങ്ങനെ BJP വലിയ തരത്തിൽ രാജീവ് ചന്ദ്രശേഖരും അതുപോലെ K സുരേന്ദ്രനും അതുപോലെ VV രാജേഷും അങ്ങനെ തുടങ്ങി ഒട്ടനവധി BJPയുടെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് പോലും വലിയ തരത്തിൽ സമരം നടത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുക്കാണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ ഇത് CPMന് തലവേദനയാവും, LDFന് തലവേദനയാവും. ഇതെല്ലാം ഗുണം ചെയ്യുക ഒരുപക്ഷെ UDFനോ BJPക്കോ ആയിരിക്കും. അതൊരു ശക്തമായ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ CPM ഇതിന് മറുപടി പറയേണ്ട സാഹചര്യവും ഉണ്ടാകും.